നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും റൊമാൻറ്റിക് ഞാൻ ഈ അഭിനയിക്കണ അമ്മയമ്മയാണ്. അത് വെച്ചിട്ട് ഞാൻ എന്ത് റൊമാൻസ് ഉണ്ടാക്കാനാണ്? എനിക്ക് പിന്നെ കല്യാണം കഴിച്ചിട്ട് അമ്മായിമ്മ വരുമ്പോഴാണോ? ഇവള് വിഗൊക്കെ ഒരു വരണ്ടേ? ഞാൻ എന്ത് റൊമാൻസ് കാണിക്കാനാണ്? എപ്പോഴും ചിരിച്ചിരിക്കുന്ന മുഖാണോ? അല്ലല്ല വേറൊരു മുഖം വിട്ടിരിക്കും. ഞങ്ങളെന്താ അറിയോ, എപ്പോഴും ചിരിച്ചിരിക്കുന്ന മുഖാണല്ലേ ചേച്ചിത്. അല്ല, പക്ഷെ ആ മുഖത്തിനകത്ത് അമ്മ നേരത്തെ പറഞ്ഞു വിട്ട് അമ്മായിമ്മയുടെ മുഖം വരാറുണ്ട്. വരും ക്യാരക്ടർ കയറി അമ്മായിമ്മ എന്നൊക്കെ പറയുമ്പോ അറിയാലോ, മറ്റേ പരദൂഷണം ടീം മറ്റേ പരദോഷം അമ്മായിമ്മ ക്യാരക്ടർ ക്യാരക്ടർ ദുഷ്ടത്തി. ആക്ടർ ആയതുകൊണ്ട് നമുക്ക് ക്യാരക്ടർ ചെയ്തല്ലോ. റിയൽ ലൈഫ് അങ്ങനെയൊന്നല്ല. അറിയാവുന്നവരുടെ ഇടയില് ഞാൻ ഭയങ്കര എക്സ്ട്രോട്ടാ, പക്ഷെ പരിചയമില്ലാത്തവരുടെ ഇടയിൽ ഭയങ്കര ഇൻട്രോട്ടാ. ഞാൻ ഇരുത്തി അവിടെ കൊണ്ടിരുത്തി അവിടെ ഇരിക്കുന്നു, മിണ്ടൂല. എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ തലയാട്ടും. ഇവിടെ ഫ്രണ്ട്സ് ഇപ്പം 3 പേര് ഇരിക്കുന്നു. ഇവിടെ ഫ്രണ്ടാണ് അടുത്തുള്ളതെന്ന് വെച്ചാൽ ഇവള് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഹായ് ഒക്കെ പറഞ്ഞ പിന്നൊന്നും പറയാൻ ടോപ്പിക്കില്ല. ഇവരമ്മി കാര്യം പറഞ്ഞോണ്ടിരിക്കും, ഞാനവിടെ ഉണ്ടായിരിക്കും. എനിക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയൂല. പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. ടിക്ടോക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് റവന്യൂ കിട്ടി തുടങ്ങും എന്നൊക്കെ പറയുന്നൊരു സമയത്താണ് ഈ ടിക്ടോക്ക് ബാൻ ആവണേ. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ വരണ സമയത്ത് അത് പോയി. ടിക്ടോക്ക് ശരിക്കും പറഞ്ഞാല് അന്ന് ആ കാലഘട്ടത്തിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര പുച്ഛവും ടിക്ടോക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അവരിപ്പോ എല്ലാം യൂട്യൂബേഴ്സ് ആണ്. അന്ന് കളിയാക്കിയവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇപ്പൊ. അപ്പൊ നിങ്ങളിപ്പോ മാരീഡ് ആണ്, ഇപ്പൊ എല്ലാവരും കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി ബ്ലോഗിങ്ങിലേക്ക് കിടക്കാറുണ്ട്. പ്ലാനിങ് ഉണ്ടോ? നമ്മളത് ചെയ്തില്ലെങ്കിൽ മോശം തുടങ്ങണോ? എന്നെ കുറിച്ച് ഇപ്പൊ ഒരു കുറ്റം പറഞ്ഞാലും പക്ഷെ ഞാൻ അവരോട് പോയി ചോദിക്കാറൊന്നുമില്ല. അവരവരുടെ പാട്ടിന് പോട്ടെ വെച്ചാൽ അവോയ്ഡ് ചെയ്യും കേട്ടോ, അവോയ്ഡ് ചെയ്യും. ഞാൻ അവരെ അവോയ്ഡ് ചെയ്യും. പിന്നെ അവരെന്റെ ചിലപ്പോൾ ലൈഫിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്നെ കുറിച്ച് നല്ലോണം പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷെ നേരിട്ട് നമുക്ക് പറയത്തുമില്ല, ചോദിക്കത്തുമില്ല. പക്ഷെ അവോയ്ഡ് ചെയ്യും. പോട്ടെ, അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ വേണ്ട. സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഇവക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അത് നമ്മളങ്ങനെ വിളിക്കൂല. ഇനിയിപ്പോ പറ്റിയില്ലെങ്കിൽ ഒന്നും വിളിക്കണം എന്നില്ല, പക്ഷെ അങ്ങനെ അത്രയും അടുത്ത ചില ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. പക്ഷെ അവർക്ക് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ 1 മാസം കഴിഞ്ഞ് വിളിച്ചാലും 1 മാസം മുന്നേ എപ്പോഴാണ് അവിടെ വെച്ച എവിടെയാണോ അതിന്റെ ബാക്കിയായിട്ടായിരിക്കും അവന്മാർ സംസാരിക്കുന്നത്. എങ്ങനെയോ ഞാൻ വഴി തെറ്റി ഇവിടെ എത്തിയത്, പക്ഷെ എനിക്കത് ഇപ്പം ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. ഉള്ളിലുണ്ടായിരുന്നൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ എൻ്റെ ഒരു പ്രശ്നങ്ങളെ കൊണ്ട് ഞാനൊരു മത്സരത്തിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കാതിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഒരു കംഫർട്ട് സോണിൽ എത്തിയപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങിയതും ആവാം. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു നല്ല കാര്യമായിരിക്കാം. ഒന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് മാരകമായിട്ട് അഭിനയിക്കുന്നൊന്നും അല്ല, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു പ്രൗഡാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമല്ലോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഷെറിൻ ചേട്ടന്റെ ഏറ്റവും വലിയൊരു ഡ്രീം 6 വർഷം സുഹൃത്തുക്കളായി നിന്ന് 1 മാസം ചെയ്തു തുടങ്ങി എവിടെയെങ്കിലും ഒരു ക്ലൂ കൊടുക്കണ്ട. അല്ല ഞാൻ പറയാം, ഇനി അങ്ങോട്ട് ചേട്ടാ ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നായിരുന്നു. ഒരു ബിസിനസ് മാൻ മനസ്സിലുണ്ട്. ഐ മീൻ ഇപ്പൊ എല്ലാ ഇൻഫ്ലുവൻസർ കുറച്ച് കഴിഞ്ഞ ഒരു ബിസിനസ് തുടങ്ങുമല്ലോ, അങ്ങനെ ഒരു പ്ലാൻ ആണോ? തീർച്ചയായിട്ടും. അത് ഫ്രണ്ട്സ് സർക്കിളുണ്ട്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ കുറച്ച് നാളുകളോട് ഇങ്ങനെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയം ഞാൻ വിട്ടുപോയി, ചെറുതായിട്ടുള്ള ആള് ഭാവിയിൽ അത് ഉണ്ടാവും. ദൈവം സഹായിക്കട്ടെ. ഞങ്ങൾ കാത്തിരിക്കാണ്. എന്തെങ്കിലും നടക്കട്ടെ. അത് സൂക്ഷിച്ചു വെക്കാരോട് പറയണ്ട, പറഞ്ഞ നടക്കില്ല. എന്നാ പറ ബിസിനസ് ഒരു കഫേ തുടങ്ങാനല്ലേ ഇത്? അതിപ്പോ എല്ലായിടത്തും എല്ലാരും അത് തന്നെയില്ല. ഫസ്റ്റ് അത് ചിന്തിച്ചായിരുന്നു. ബന്ധപ്പെട്ടൊക്കെ തുടങ്ങാന്ന് ഭയങ്കര ആഗ്രഹം. നമ്മളെന്നെ തിന്നു തീർക്കുന്നുള്ള നമ്മളല്ല, ഫുഡിയാണോ? എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കണ്ടെത്തുന്ന അങ്ങനെയാണെങ്കിൽ ഫേവറേറ്റ് ഫുഡ് എന്താ? ബിരിയാണിയാ? ഞാൻ പറയട്ടെ, ചോറും മീനും. ഓ ഭയങ്കര ഇഷ്ട.
ഭയങ്കര ഇഷ്ടാ ചോറ്. മീൻ ഭയങ്കര ഇഷ്ടം. മീൻ ഭയങ്കര മീനില്ലാത്ത ജീവിതം ഇല്ലാന്ന് പറയും ആ ചെറുപ്പം തൊട്ടേ പറയുന്ന കാര്യം. എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ. ഇഷ്ടമല്ലാത്ത ഫുഡ് ഉണ്ടോ ആൾക്ക്? അങ്ങനെയല്ല, ഇഷ്ടമല്ലാത്ത ഒക്കെ ഫുഡ് എല്ലാം കഴിക്കും. ഒരു ഇതെല്ലാം ഞാൻ കഴിക്കും, ഇതെല്ലാം കഴിക്കും. പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട് ഞാൻ കഴിക്കാത്ത. ആഹാ. ടിക് ടിക് ഒരു സാധനമുണ്ട്. ടിക് ടിക് അതറിയില്ലേ? 6 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് കഴിക്കുന്ന കാര്യം മാത്രം പറയാറുള്ളൂ, കഴിക്കാത്ത കാര്യം പറയാറില്ല. അല്ല, അങ്ങനെ ഉണ്ട്. ഒരു സാധനം കഴിക്കില്ല. കറി വെച്ചത് കഴിക്കില്ല. ഓ ക്ലൂ നൈസായിട്ട് കൊടുക്കാട്ടോ. പാവയ്ക്ക പാവക്ക എനിക്ക് പാവയ്ക്ക അത്ര ഇഷ്ടല്ല. കൈപ്പല്ലി കയ്പല്ലേ? കയ്പായോണ്ട് ഞങ്ങൾ വെറുതെ വിട്ടു. വെറുതെ വിട്ട്. ബാക്കിയുള്ളതൊക്കെ കഴിക്കും. ഓക്കെ. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണല്ലേ? എന്തോ എനിക്ക് അങ്ങനെ എനിക്ക് കുറച്ച് എരിവ് പുളി അതൊക്കെയാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പൊ കയ്പിനോട് വലിയ താല്പര്യം. മധുരത്തിനോട് ഇപ്പൊ അത്ര കഷ്ടപ്പെട്ട് കഴിക്കണത്. മധുരം ഇഷ്ടം. ഇഷ്ടം. പക്ഷെ ഈ കയ്പ് എന്തിനത്ര കഷ്ടപ്പെട്ടത് കഴിക്കണത്? കഴിക്കാറ്. അതെ. ഓക്കെ. ഷെറിൻ ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഈസി ആണോ? സ്പെല്ലിംഗ് ഒക്കെ തെറ്റോ? ഇല്ല, പേര് പറഞ്ഞാ മതി. ഞാൻ പറയട്ടെ, നവനീത്. ഞങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെറിന. തിരിച്ചിങ്ങോട്ട് പറയുന്നത് ഒരു കുടുംബകലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. 18-ന് മുമ്പാണെങ്കിൽ പറയായിരുന്നു, ഇതിപ്പം പറയാൻ പറ്റൂല. 18-ക്ക് മുന്നാണ് കേസ്. എന്താ വൈഫ് ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കൂടെ? അവസാനിച്ച് ഇതിപ്പം ഓക്കെ. എപ്പോഴും ചിരിച്ചിരിക്കുന്ന മുഖാണോ? അല്ലല്ല, വേറൊരു മുഖം ഞങ്ങൾ എന്താ അറിയോ, എപ്പോഴും ചിരിച്ചിരിക്കുന്ന മുഖാണല്ലേ ചേച്ചിരുന്നത്. വേറെ പക്ഷെ ആ മുഖത്തിനകത്ത് അമ്മ നേരത്തെ പറഞ്ഞു വിട്ട് അമ്മായിമ്മയുടെ ക്യാരക്ടർ അമ്മായിമ്മന്നൊക്കെ പറയുമ്പോ അറിയാലോ, മറ്റേ പരദൂഷണം അമ്മായിമ്മ ക്യാരക്ടർ ആക്ടർ ആയതുകൊണ്ടേ നമുക്ക് ക്യാരക്ടർ ഇതില്ല. റിയൽ ലൈഫ് അങ്ങനെയൊന്നല്ല, അഭിനയിച്ചിരിക്കും. എനിക്കങ്ങനെ തോന്നാറില്ല. അതൊരു അഭിനയം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. എപ്പോഴും ഫുൾ ടൈം പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ചോദിക്കട്ടെ, ലീ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഇന്നൊരു കാര്യം ആളുകൾ ചെയ്യുന്നതോ പറയുന്നതോ ഇഷ്ടമല്ലാത്തൊരു കാര്യം, അപ്പൊ ദേഷ്യം വരും, കലിതുള്ളും. അല്ല, എനിക്ക് മെയിൻ ആയിട്ട് വെച്ചാ എന്നെ കുറിച്ച് ഇപ്പൊ ഒരു കുറ്റം പറഞ്ഞാലും പക്ഷെ ഞാൻ അവരോട് പോയി ചോദിക്കാറൊന്നുമില്ല. നമ്മൾ അറിഞ്ഞാലും അങ്ങ് മിണ്ടാണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അവരവരുടെ പാട്ടിൽ പോട്ടെ വെച്ച് അവോയ്ഡ് ചെയ്യും കേട്ടോ. അവോയ്ഡ് ചെയ്യും, ഞാൻ അവരെ അവോയ്ഡ് ചെയ്യും. പിന്നെ അവരെന്റെ ചിലപ്പോൾ ലൈഫിൽ ഉണ്ടാവില്ല. ചിലപ്പോ വല്ല ഇങ്ങോട്ട് തൊട്ടി അങ്ങനെ ഒരാളാണ് ഞാൻ. എനിക്ക് ചിലപ്പോ എന്നെ കുറിച്ച് നല്ലോണം പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷെ നേരിട്ട് നമുക്ക് പറയത്തുമില്ല, ചോദിക്കത്തുമില്ല. പക്ഷെ അവോയ്ഡ് ചെയ്യും. പോട്ടെ, അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ വേണ്ട. എന്തിനിപ്പോ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു വിഷമിക്കും. അങ്ങനെയുണ്ട്. എനിക്ക് വിഷമം വരില്ല. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേ കുലുങ്ങത്തില്ല. വൈകുന്നേരം പോകുകയാണ് ഞാൻ. വൈകുന്നേരം എല്ലാരും എന്നോട് പറഞ്ഞില്ലേ, പക്ഷെ വീഡിയോ ഉണ്ടല്ലോ, അടുത്ത വീഡിയോ വരുന്നുണ്ടല്ലോ, ഉണ്ടല്ലോ. വിഷമം വരും. എനിക്ക് അങ്ങനെ ആരെയും പറഞ്ഞ വിഷമം വരും. ഇരുന്ന് കരയും, മൂങ്ങി കരയും. പിന്നെ വിചാരിക്കും അത് വേണ്ട, അത് പോട്ടെ. അങ്ങനെ അവോയ്ഡ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് എത്ര കോണ്ടാക്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കുന്ന ഒരു 5 പേരോ 2 പേരോ 3 പേരോ അങ്ങനെ ചുരുങ്ങുമല്ലോ. പണ്ട് ഒത്തിരി പേരുണ്ടാവും, പതുക്കെ ആളുകളുടെ എണ്ണം കുറയും. അങ്ങനെ ഇപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട് നിങ്ങളുടെ? എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോ, പ്രശ്നം വരുമ്പോ വിളിക്കുന്ന? ഓൾറെഡി നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ആയിരിക്കും. പരസ്പരം ആക്ച്വലി ഒരു പ്രശ്നം വന്നാൽ ബാക്കിയുള്ളതിലോട്ട് എത്തിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങളുടെ ഇടയിലെ റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ ഞങ്ങൾ തന്നെ പരസ്പരം പറയും. ഞങ്ങളെ കൊണ്ട് പറ്റും എല്ലാ പ്രശ്നവും. രണ്ടുപേരും മതി. അല്ല, ഈ പറയുന്നോട്ട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ഇവക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അത് നമ്മളങ്ങനെ വിളിക്കൂല. ഒന്നും വിളിക്കണം എന്നില്ല, പക്ഷെ അങ്ങനെ അത്രയും അടുത്ത ചില ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് അവർക്ക് അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ 1 മാസം കഴിഞ്ഞ് വിളിച്ചാലും 1 മാസം മുന്നേ എപ്പോഴും അവിടെ വെച്ച എവിടെയാണോ അതിന്റെ ബാക്കിയായിട്ടായിരിക്കും അവന്മാർ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ട്. ശരിയാ, എനിക്കും എന്റെ വൈബ് തന്നെയാണ്.
എപ്പോഴും അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെയൊന്നുമല്ല. ആളൊരു introvert ആ. അതെ, അതെ, അതാണ്. മനസ്സിലായില്ല അങ്ങനെയുള്ള പേടിപ്പിച്ചാണ് ഞാൻ ഫ്രണ്ട്സ് ആക്കിയേക്കുന്നത്. തിരിച്ചിങ്ങടുള്ള അങ്ങനെയുള്ളവരെ തന്നെ ഉള്ളൂ. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എല്ലാം വിളിക്കാൻ എല്ലാ ദിവസവും വിളിക്കുന്നത്. പക്ഷെ ആളുകൾക്ക് ഡൗട്ട് വരില്ല ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള നിങ്ങള് എങ്ങനെ ഇവിടെ ഇന്റർവേർട്ട് അല്ലേ? ഇൻട്രോവേർട്ട് ഒന്നുമല്ല, Ambivert. എക്സ്ട്രോവേർട്ടും Ambivert. Center ല്. സെന്റർ അതാ പറയുന്നത്. പക്ഷെ ഇത്രയും ഇന്റർവേർട്ട് ആയിട്ടുള്ള ആള് എങ്ങനെ ഇത്രയും ആക്റ്റീവ് ആയിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു ഒത്തിരി ഇൻട്രോവേർട്ടും അല്ല, ഒത്തിരി നിങ്ങൾ രണ്ടുപേരും ആംബിവേർട്ടാ. അങ്ങനെ പറയാം. ഒത്തിരി ഇൻട്രോവേർട്ട് അല്ല പറയാൻ അത് പറ്റില്ല. ഞാൻ എന്തെന്ന് വെച്ചാല് അറിയാവുന്നവരുടെ ഇടയിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോട്ടാ, പക്ഷെ പരിചയമില്ലാത്തവരുടെ ഇടയിൽ ഭയങ്കര ഇൻട്രോട്ടാ. ഞാൻ ഇരുത്തി അവിടെ കൊണ്ടിരുത്തി അവിടെ ഇരിക്കൂല. എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ തലയാട്ടും. അപ്പൊ ആളുകൾ പറയും ജോടയോ അല്ലേ? ഇത് മൊരടനോട് അതാണ് Instagram ഇൻസ്റ്റയിലൊരു മെസ്സേജ് വന്നാൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും, പക്ഷെ ഓവറായിട്ട് കൊടുക്കൂല. കാരണം എനിക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയൂല. നേരിട്ട് ഇപ്പം ഇവിടെ ഫ്രണ്ട്സ് ഇപ്പം 3 പേര് ഇരിക്കുന്നത്, ഇവിടെ ഫ്രണ്ടാണ് അടുത്തുള്ളതെന്ന് വെച്ചാൽ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ കാര്യമൊക്കെ പറഞ്ഞ പിന്നൊന്നും പറയാൻ ടോപ്പിക്കില്ല. ഇവരമ്മി കാര്യം പറഞ്ഞോണ്ടിരിക്കും, ഞാനവിടെ ഉണ്ടായിട്ട്. പക്ഷെ എന്റെ വല്ല ഫ്രണ്ടായിരിക്കണം അത്. തീർന്ന്. ശരി, നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അടിപൊളിയായിട്ട് മീൻസ് അപ്പോഴും അടിപൊളിയാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടി സംസാരിക്കാം. പക്ഷെ അതൊരു കണക്കിന് നല്ല കാര്യം കൂടിയാ. കൂടുതൽ സംസാരിക്കാൻ ഒത്തിരി സംസാരിക്കാണ്ടിരിക്കുന്ന എന്താ അനുഭവത്തിൽ നിന്ന് പറയുന്നത്? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നേരത്തെ പറഞ്ഞു വിട്ട ഈ അല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചിലപ്പോൾ ഉള്ളില് നല്ല സന്തോഷത്തോടെ തമാശയായിട്ടിരിക്കും പറയണം, പക്ഷെ പുറത്തേക്ക് വരുമ്പോ ഈ ഒരു ലുക്കും അതൊക്കെ വെച്ചിട്ട് നമ്മളെന്തോ അവരെ വഴക്കൊക്കെ പറയത്തില്ലേ, ചീത്തയൊക്കെ പറഞ്ഞോട്ടായിരിക്കും പുറത്തേക്ക് വരണ്ടേ. അതെങ്ങനെയാ? ഉദാഹരണത്തിന് എന്നെ പറ്റിയാണോ? അതല്ല, പാവാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സംസാരിക്കുമ്പോ പുറത്തേക്ക് ഞങ്ങളുടെ ക്യാമറ മാത്രമേ ഞങ്ങൾ അഭിനയിക്കും, പുറത്ത് ഞങ്ങൾ അഭിനയിച്ചു കൊടുക്കില്ല. ചോമറിന്റെ ഉള്ളില് ഞാൻ അത് അഭിനയിക്കാറുള്ളൂ. ഓക്കെ, എന്തായാലും മനസ്സിൽ പാവായിരിക്കും, പക്ഷെ പാവാണ്, സൗണ്ടില് പാവാണ്, സംസാരിക്കുന്നത് ശരി. പക്ഷെ ചിലപ്പോ സൗണ്ട് മെയിൻ പ്രശ്നം സൗണ്ട് മോഡുലേഷൻ ആണ്. ആ മോഡുലേഷൻ ചിലപ്പോ പറയണത് ചിലപ്പോ എന്തോ ദേഷ്യപ്പെട്ട് പറയാം, അപ്പൊ കേൾക്കണായിരിക്കും ഇവരെന്ത് ഇങ്ങനെ. പക്ഷെ ഞാൻ ഉള്ളി ഭയങ്കര സ്നേഹത്തോടെ ഒന്നും മനസ്സിലാക്കണം. സംസാരിക്കുന്നത് ഉള്ളി നല്ല സന്തോഷത്തില്ലേ, പക്ഷെ പുറത്ത് അല്ല ഈ പറയുന്നത് ഫ്രണ്ട്സിന്റെ ഇടയിലല്ല കേട്ടോ. ആദ്യമായിട്ട് ഒരാളെ എനിക്ക് പലപ്പോഴും തോന്നി എന്തിനും ചീത്ത പറഞ്ഞാണോ വഴക്ക് തുടക്കത്തില് എന്ത് ചോദ്യം എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്താ ഉദ്ദേശിച്ചത്. സെറ്റാണ്. ഓക്കെ ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ആരാണ്? റൊമാൻറ്റിക് അല്ല. അങ്ങനാണോന്ന് വെച്ചാ ആണ്, അല്ലേന്ന് വെച്ചാ അല്ല. ബാലൻസ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോകുന്നതൊക്കെ. അല്ല, ഞാൻ ഒന്നാമത് പറഞ്ഞില്ല, ഓവറായി ക്രിഞ്ച് ആവുന്നത്. അങ്ങനെയുണ്ടോ? പ്രണയത്തിൽ അങ്ങനെ ക്രിഞ്ച് ഉണ്ടോ? പിന്നെ ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് പ്രണയിക്കുന്നവർക്ക് അത്ര ക്രിഞ്ച് പുറമേ ആളുകൾ കാണുമ്പോൾ ക്രിഞ്ച് ഫീൽ വരുന്ന. പിന്നെ ഒന്നാമത് എന്താ അറിയോ, ഞാൻ ഈ അഭിനയിക്കണ അമ്മയമ്മയാണ്, അത് വെച്ചിട്ട് ഞാൻ എന്ത് റൊമാൻസ് ഉണ്ടാക്കാനാണ്. എനിക്ക് പിന്നെ കല്യാണം കഴിച്ചിട്ട് അമ്മായിമ്മ വരുമ്പോഴാണോ? അല്ലല്ല, ഇതൊക്കെ ഒരു വരണ്ടേ? ഞാൻ എന്ത് റൊമാൻസ് കാണിക്കാനാണ്? അതൊരു ദുഷ്ടത്തിയായിട്ടുള്ള അമ്മായിമ്മ. വന്നതും കൂടെ പോവും. ഡയലോഗ് ഒക്കെ അമ്മായി ചില സമയത്ത് മീശ വെച്ചിട്ട് വിഗൊക്കെ വെച്ചിട്ട് മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് അയാളെയൊക്കെ നോക്കി ഇവള് ശരിക്കുള്ള കോലത്തില് അപൂർവമാണ് കാണാൻ കിട്ടുക. ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചോളൂ. പിന്നെ സ്ക്രിപ്റ്റ് എടുത്തതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടിംഗ് ആയിരിക്കും. പക്ഷെ നല്ല രസമാണ്. ഇപ്പൊ അമ്മായിമ്മയാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് മീശയൊക്കെ വെച്ചിട്ട് ചെക്കനായിട്ട് വന്നിട്ട് പിന്നെ അമ്മാവനായിട്ട് വന്നിരിക്കും. അത് കോസ്റ്റ്യൂം വരുമ്പോ ഓട്ടോമാറ്റിക്കലി ശബ്ദമൊക്കെ മാറും ആളുടെ. സ്ലാങ് മാറും, ചിലപ്പോ വേറെ സ്ലാങ് ഒക്കെ ആയിരിക്കും. ചില സമയത്ത് ഞാൻ കോട്ടയം സ്ലാങ് ആയിരിക്കും, ചില സമയത്ത് കൊച്ചി സ്ലാങ് ആയിരിക്കും. എല്ലാം അറിയാം. അറിയാനില്ല എന്തോ വരണത്. അല്ല, ചെറിയ കണക്ഷൻ ഉണ്ട് ഫ്രണ്ട്സ് മൊത്തം ഓരോ സ്ഥലത്ത്. ഞാൻ പറഞ്ഞത് ദീദു സ്പേഷ്യൽ ചേച്ചി പറവൂര വീട്, നോർത്ത് പറവൂര. അപ്പൊ പുള്ളിക്കാരിയോട് കുറച്ചു നേരം സംസാരിച്ച് ഞാൻ പിന്നെ പറവൂര, പിന്നെ എന്റെ സംസാരം പറവൂര. പിന്നെ വീടിന്റെ അടുത്തുള്ള എന്റെ വീട് പാലക്കാട്, വീടിന്റെ അടുത്തുള്ള കുറച്ചു നേരം സംസാരിച്ച് ഞാൻ പിന്നെ പാലക്കാടായി. പിന്നെ പൊന്നു ചേച്ചി ഉണ്ട്, പൊന്നു ചേച്ചിയുടെ സംസാരിച്ച കോട്ടയായി. അപ്പൊ
അപ്പൊ എല്ലാം ഞാൻ മാറും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് എന്റേന്ന് പറഞ്ഞിട്ട് ഒരു സ്ലാങ് ഇല്ല. ഇല്ല. അപ്പൊ അത് വീഡിയോയിൽ വരും. വീഡിയോയിൽ ചില ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ അയൽക്കാർക്കാണെങ്കിൽ അത് പാലക്കാട് സ്ലാങ് ഞാൻ പറയും. അപ്പൊ ഒരു വെറൈറ്റി ആവും തോന്നുമല്ലോ ആൾക്കാർക്ക് കാണുമ്പോൾ. ഒരേ സ്ലാങ്ങിൽ ഒരേ ശബ്ദത്തിൽ ഒരേപോലെ സംസാരിക്കണേക്കാൾ നല്ലത് ചില സ്ലാങ് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ നല്ലത്. ഞാൻ അങ്ങനെ പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കുറെ കാലമായാലും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്യാരക്ടർ എടുത്തിടുമ്പോ ഞാൻ ആ സ്ലാങ് സംസാരിക്കും. ശരി ചേട്ടൻ നാട് കായംകുളം. കായംകുളം. എവിടെ? ആലപ്പുഴ. ആലപ്പുഴ. അപ്പൊ പാലക്കാട് ആലപ്പുഴ ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങളുടെ ഭാഷയിൽ ഇപ്പൊ പാലക്കാട് പോകുമ്പോ അവര് പറയുന്ന പലതും മനസ്സിലാവാറുണ്ടോ? വീട്ടിൽ വീട്ടിൽ കുഴപ്പമില്ല, പക്ഷെ പുറത്തൊക്കെ പുറത്ത് പോകുമ്പോ പോകുമ്പം ഭയങ്കര സ്പീഡാണ്. പള്ളിയിലൊക്കെ പോകുമ്പോ അവര് അവിടെ ഉള്ളവര് ഞാനിങ്ങനെ സ്പീഡില്ല. കേട്ടോണ്ടിരിക്കും. രസാണ്. പക്ഷെ എന്നോട് പറയുന്നത് മനസ്സിലാവണ്ടേ. നമ്മുടെ ഞാൻ ഇവിടെ അങ്ങോട്ട് ഫുൾ നോക്കും. സ്പീഡില്ല സംസാരിക്കുന്നത്. ഇവരുടെ അവിടെ പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടാണ് എല്ലാ വർത്തമാനം. ഞങ്ങൾ അവിടെ കറക്റ്റ് മലയാളം പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇത്തിരി ഓ, slow അച്ചടി ഭാഷ എന്നൊക്കെ. അല്ല, ഇച്ചിരി വലിയ വർത്താനം പറയും. നമുക്കിങ്ങനെ അതാണ് സ്ഫുടതയോടൊക്കെ പറയാൻ പറ്റും. ശരിക്ക് കോട്ടയം വരുന്നുണ്ട്. ഞാൻ ഈ എന്നാന്നൊക്കെ വർക്ക് ചെയ്യുന്ന എറണാകുളം ആയതുകൊണ്ട് എല്ലാം മിക്സ്ഡ് ആണ്. Mixed ആണ്. എന്റെ നോക്കണ്ട, എന്റെ സംസാരം നോക്കണ്ട. വീട്ടിലൊക്കെ ആണെങ്കിലും അവിടെ വീട്ടിലൊക്കെ ആണെങ്കിലും കായംകുളത്ത് ഒരു മെല്ലെ എല്ലാരും സംസാരിക്കണം, സ്ലോ ആയിട്ട് സംസാരിക്കണം. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവിടെ ഭയങ്കര പെട്ടെന്നാ സ്പീഡി വർത്താനം പറയുമ്പോ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും. എന്താ ഒരു പറഞ്ഞിട്ട് കുറച്ചു നേരം പോയി കേട്ടു, എന്താ ഒരു പറഞ്ഞേ. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് കാണുന്നതാണ് റിലേറ്റീവ്സ് ഒക്കെ. അപ്പൊ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ കേട്ടോണ്ടിരിക്കും. ഒന്നാമത് ഇന്റർവെട്ട്, എനിക്ക് എന്താ പറയേണ്ടത് അറിയില്ല. എക്സ്പ്രഷനും കൂടെ മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ അവര് എന്താ പറഞ്ഞത്? കാണുമ്പോ ഇത് ഭയങ്കര സിമ്പിൾ ആണെന്ന് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ അതിന് പുറകെ നല്ല പണി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ക്യാരക്ടർ, ഇപ്പൊ ഒരു ഡ്രസ്സ് മാറി ഒരു ക്യാരക്ടർ തന്നെ ചിലപ്പോ ഒരു 5-6 സീൻ ഉണ്ടാവും. ഈ 6 സീനിൽ ഞാൻ ഇതേ സ്ലാങ് തന്നെ പിടിക്കണം. ഇതേ സ്ലാങ് തന്നെ പിടിച്ച് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കേസ് തന്നെ കേട്ടോ, ഇതിന് ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷെ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഒരു 950 വീഡിയോ കണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെ പോയാലും ഷോർട്സ് ഒക്കെ മാറ്റിയാലും എങ്ങനെ പോയാലും ഒരു 10-850 കണ്ടന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ആ കണ്ടന്റ് ഓരോ ഏകദേശം സിമിലർ. അപ്പൊ ഈ അമ്മായിയമ്മ, മരുമകള് ആ ഒരു ടൈപ്പാണ് ചെയ്യുന്നതെല്ലാം. ആദ്യം അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ആദ്യം ചെയ്യണത് കുറെ ഈ വേഴ്സസ് വീഡിയോസ് ആയിരുന്നു, കുട്ടികളുടെ വീഡിയോസ്, സ്കൂൾ വീഡിയോസ് ഒക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഓഡിയൻസ് മാറി. ഇങ്ങനെ ഈ ഒരു ഫാമിലി കണ്ടന്റ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരായി എൻ്റെ ഓഡിയൻസ്. അപ്പൊ ഞാൻ പിന്നെ ഈ അമ്മായിയമ്മ, മരുമകള്, കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ചിലപ്പോൾ ക്യാരക്ടേഴ്സിന്റെ പേര് മാറുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വേഷങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നല്ലാണ്ട് ഇതിന് മാറ്റമില്ല. അപ്പോൾ എനിക്ക് സ്ഥായിയായിട്ട് ഞാൻ ഒരു വെച്ചിട്ടുണ്ട്, അമ്മായിയമ്മയ്ക്ക് ഇന്നൊരു സ്ലാങ് കൊടുക്കാം, അയൽക്കാർക്ക് ഇന്നൊരു സ്ലാങ് കൊടുക്കാം. അപ്പൊ ഞാൻ ആ വേഷം എടുത്തുമ്പോ ഞാൻ ആ സ്ലാങ് ഓട്ടോമാറ്റിക്കലി കഥാപാത്രമായിട്ടൊക്കെ മാറും. ഞാൻ ആ സംസാരത്തിൽ. ഇപ്പൊ ഈ വീഡിയോസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഫാൻസ് ഏത് ഏജ് കാറ്റഗറിയിലെ ആളുകളാ? ശരിക്കും അമ്മമാരാണോ? അല്ല, അമ്മമാരൊക്കെ അവരെ ചീത്ത പറയല്ലേ നമ്മള്. അങ്ങനെയല്ല, അമ്മമാരല്ല, ഒരു 25 to 40 ഒരു 40 വരെയുള്ള അവരെ വെച്ച് ഞാൻ അവർക്ക് റിലേറ്റഡ് സാധനമുള്ള അവരുടെ ആ ഒരു സംപ്രായത്തിൽ 20 തൊട്ടിട്ടാ 20 തൊട്ട് 40 വരെയൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഓഡിയൻസ്. കൂടുതൽ ഐഡന്റിഫൈ ചെയ്യോ പുറത്തു പോയി കഴിഞ്ഞാ ഇങ്ങനെയാ? ചിലവർക്ക് എന്നെ കണ്ട് മനസ്സിലാവില്ല. ഞാനൊന്നത് ഈ കോലം കിട്ടിയിട്ടുള്ള ആരത് മനസ്സിലാവില്ല. കുറെ പേര് കേട്ടോ, കുറെ പേർക്ക് ഇങ്ങനെ കുറെ പേര് സൂക്ഷിച്ചു നോക്കിയിട്ട് ചാച്ചിച്ചല്ലേ വന്ന് സംസാരിക്കാറുണ്ട്. ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലേ, അത് ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര കാര്യം. ഈ ഞാൻ എടുക്കും വിചാരിക്കട്ടോ, ഇതിന് ഒരു മേഖലയിൽ ബന്ധമില്ലാത്ത ഒരാള്, ഇതിനു മുമ്പ് ഈ പറഞ്ഞ സ്കൂളുകളിലൊന്നും ഈ ആക്ടിങ് പരിപാടി ഒന്നും ചെയ്യാത്ത ഒരാള് ഒരു സുപ്രഭാതത്തിൽ മ്യൂസിക്കലി പോലത്തെ ഒരു പ്ലാറ്റ്ഫോം വരുന്നു, അതിൽ പെർഫോം ചെയ്യുന്നു. സോ നമ്മളായിട്ട് തന്നെ ആളുകൾക്ക് എത്തിക്കണം എന്ന രീതിയിൽ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കണം എന്നൊരു തോട്ടായിരുന്നു ശരിക്കും വന്നേ. അങ്ങനെ ഒരു ആഗ്രഹം പോയിട്ട് അങ്ങനെ ഒരു ചിന്ത പോലെ എന്റെ മനസ്സിൽ പോലും വന്നിട്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7th പാട്ട് പാടും, ചെറുതായിട്ട് പാട്ട് പാടും. യെസ്, നമുക്കൊരു പാട്ടോട് കൂടി പാട്ട് പാടും. അപ്പൊ ഞാൻ 6th 7th ഒപ്പനയ്ക്ക് പാട്ട് പാടാൻ വേണ്ടി അതില് മത്സരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, സബ് ജില്ലാ കലോത്സവത്തിൽ. അപ്പൊ ഒരു പ്രാവശ്യം 7th പഠിക്കുമ്പോ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നിടയിൽ ടീച്ചർ പറഞ്ഞു, ഈ പനിനീര് തെളിക്കില്ലേ നമുക്ക് ഈ ഒപ്പനയ്ക്ക് പനിനീര് തെളിച്ചു. അപ്പൊ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി ഒരു ബ്രേക്കിന്റെ സമയത്ത് ഇച്ചിരി പനിനീര് കഴിച്ചിട്ട് അതിന് ചുറ്റിക്കൂടെ ഒന്ന് പോകാൻ പറഞ്ഞു.
വെറുതെ ഒന്ന് നടന്നാ മതി. അതെനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റാത്ത ഒരാളെ ഞാൻ ഇന്ന് ചെയ്യാന്ന് പറയുമ്പോ എനിക്ക് എന്നെ കൊണ്ട് ഒരു പിള്ളേരൊക്കെ പറയും ടീച്ചേഴ്സും അവരൊക്കെ പറയാറുണ്ട് നീ ഇങ്ങനെ ചെയ്യൂന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എങ്ങനെയാ ഞാൻ വഴിതെറ്റി ഇവിടെ എത്തിയത്. പക്ഷെ എനിക്കത് ഇപ്പൊ ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പോ എന്റെ ഒരു പ്രശ്നങ്ങളെ കൊണ്ട് ഞാനൊരു മത്സരത്തിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കാതിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പൊ ഒരു കംഫർട്ട് സോണിൽ എത്തിയപ്പോ ഞാൻ ചെയ്തു തുടങ്ങിയതും ആവാം. അപ്പൊ പക്ഷെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു നല്ല കാര്യമായിരിക്കാം. ഒന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് മാരകമായിട്ട് അഭിനയിക്കുന്നൊന്നും അല്ല. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന പറയുമ്പോ എനിക്ക് തന്നെ ഒരു പ്രൗഡാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമല്ലോ, ചെയ്യൂ. ഞാൻ വീഡിയോ ഒക്കെ നോക്കുമ്പോ ഞാൻ തന്നെ ചെയ്തതാണോ കാണാറുണ്ടോ? പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പഴയത് കാണും, പക്ഷെ റീസെന്റ് ആയിട്ടുള്ളത് കാണൂല. എനിക്ക് എന്റെ ഒരു നാണക്കേടാണ്. ഞാൻ ഇങ്ങനെ ഞങ്ങള് പൊതുവെ പഴയതാ കാണാത്ത, പഴയ ചെയ്ത് ഞങ്ങൾ ഡിലീറ്റ് ആക്കി ആരും കാണരുത്. അല്ല പഴയ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്ത് കാണും. ചില സമയത്തൊക്കെ പഴയ വീഡിയോസ് കാണുമ്പോ ഞാൻ തന്നെ ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ടുള്ളത് അങ്ങനെ കാണാറില്ല. എനിക്ക് എന്തോ നാണക്കേടാണ്. പഴയ വീഡിയോസ് നല്ലതാണ്. ഇപ്പത്തെ കോളില്ലേ സത്യങ്ങൾ പുറത്ത്. അല്ല ഞാൻ ടിക്ടോക്കിലൊക്കെ ചെയ്തോണ്ടിരുന്ന കുറെ മെസ്സേജ് ടൈപ്പ് വീഡിയോസ് ചെയ്യായിരുന്നു. ഒരു ചിലപ്പോ നല്ല വിഷമം കരയിക്കുന്ന ടൈപ്പ്, ആൾക്കാരെ കരയിപ്പിക്കുന്ന ടൈപ്പ് സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു. കണ്ണ് കാണാത്തതും വൈകല്യമുള്ള അങ്ങനെ കുറെയൊക്കെ എന്റെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് അന്നത്തെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത എനിക്ക് കാണാറില്ല, എനിക്കത് ഇഷ്ടമല്ല. എന്നെ കാണുമ്പോൾ തന്നെ എനിക്കൊന്ന് നാണക്കേടാണ് ഇപ്പത്തെ വീഡിയോസ്. അതായത് ഇങ്ങനെ അങ്ങനെ മേക്ക് ഓവറിൽ വരുന്നത് ചമ്മല് വരും. എനിക്ക് ഇപ്പത്തെ വീഡിയോസ് എനിക്കെന്തോ ചമ്മല കാണൂല. എനിക്ക് ഭയങ്കര ചമ്മല എന്നെ കാണുമ്പോ. നാട്ടുകാരുണ്ടോ ഞാൻ കാണില്ല. അത് കൊള്ളാലോ. ഇവളെ കാണും വേഷം ധരിച്ചൊക്കെ വരുന്ന കാണുമ്പോ കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു മാസം കഴിഞ്ഞ് പിന്നെ എടുത്ത് നോക്കൂ. പിന്നെ എടുത്ത് നോക്കും. ആയിട്ട് നോക്കില്ലാതേ ഉള്ളൂ. പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് അങ്ങനെ നോക്കാറില്ല. അങ്ങനെ നോക്കാറില്ല. ഇല്ല അതിനുള്ള ടൈം ഉണ്ടാകാറില്ല. അടുത്ത് തുടങ്ങണായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ. ഇതിപ്പോ ഓൾറെഡി ഇതിൽ നിന്ന് റവന്യൂ കാര്യങ്ങളാണല്ലോ ഇപ്പൊ നമ്മുടെ ഫാമിലിക്കായാലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഇപ്പൊ കുറച്ച് പേര് പറയും യൂട്യൂബ് എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം, നമ്മൾ ആ ഒരു റവന്യൂ മാത്രം പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഇത്ര വർഷമായിട്ടും എന്റെ ലൈഫ് ഫാമിലിനെ നോക്കുന്നൊക്കെ ഈ ഒരു എമൗണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പേടി വരാറുണ്ടോ? നമ്മള് ഇതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമുക്ക് അടുത്തൊരു ബാക്കപ്പ് എന്തെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ? ബാക്കപ്പ് എഞ്ചിനീയർ ഉണ്ടല്ലോ, നേരത്തെ ചിന്തിച്ചില്ല. ആള് ഞാൻ ഈ ചോദ്യം കംപ്ലീറ്റ് ആക്കില്ല. ബാക്കപ്പ് അത് കൊള്ളായിരുന്നു കേട്ടോ, സംഭവം സൂപ്പർ ആയിരുന്നു. അല്ല എന്തായാലും അറിയാം യൂട്യൂബ് തുടങ്ങിയിട്ട് എന്താ 10-20 വർഷമൊക്കെ ഉണ്ടായി യൂട്യൂബ് തുടങ്ങിയിട്ട്. ഞാൻ എനിക്ക് ഇതിന് റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. പക്ഷെ എപ്പോഴും ഒരു പേടിയുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ ഇത് നിന്നുപോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ എന്റെ പ്രൊഫഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ബാക്കപ്പ് ആയി, അത് വേറെ കാര്യം. ഏതാ പ്രൊഫഷൻ? ഞാൻ സൈബർ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. BSc കോഴ്സ് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരിക്കൽ നിന്ന് പോയാൽ ഞാനത് ജോലി എടുത്ത് വീട്ടുകാരെ നോക്കണം, അത് എന്റെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്നൊന്നും പോയില്ലെന്ന് പേടി. ടിക്ടോക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് റവന്യൂ കിട്ടി തുടങ്ങും എന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് ടിക്ടോക്ക് ബാൻ ആവണേ. അതെ, ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ വരണ സമയത്ത് അത് പോയി. ടിക്ടോക്ക് ശരിക്കും പറഞ്ഞാല് അന്ന് ആ കാലഘട്ടത്തിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര പുച്ഛവും ടിക്ടോക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അവരിപ്പോ എല്ലാം യൂട്യൂബേഴ്സ് ആണ്. അന്ന് ഈ ടിക്ടോക്കിൽ അന്ന് ആ വീഡിയോസ് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇടാൻ ഇല്ലാത്തതുകൊണ്ട് വെറുതെ യൂട്യൂബിലിട്ട. പക്ഷെ അത് യൂട്യൂബിൽ ശരിക്കും അന്ന് തുടങ്ങാണ്. ഒരു 5 കൊല്ലം മുന്നൊക്കെ പറയുമ്പോ യൂട്യൂബ് ഒത്തിരി ആൾക്കാരൊന്നും യൂട്യൂബിൽ അത്ര സജീവമായിട്ടില്ല. അപ്പൊ വെറുതെ ബാൻ ആയതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് തിരിഞ്ഞു നോക്കത്തില്ല. അത് അന്ന് ടിക്ടോക്ക് പോയതൊരു നന്നായി. പലരുടെ ലൈഫ് മാറി. ഇതിപ്പോ ഓൾറെഡി ഞാൻ റീൽസ് ആണ് യൂട്യൂബിൽ കണ്ടത്. അതിന്റെ ഓൾറെഡി 2 ലക്ഷത്തി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു നിങ്ങളിപ്പോ മാരീഡ് ആണ്, ഇപ്പൊ എല്ലാവരും കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി ബ്ലോഗിങ്ങിലേക്ക് കിടക്കാറുണ്ട്. പ്ലാനിങ് ഉണ്ടോ? നമ്മളത് ചെയ്തില്ലെങ്കിൽ മോശം. തുടങ്ങണോ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കൂ. കല്യാണം കഴിഞ്ഞു, അടുത്ത വിശേഷം ഇല്ല. സാധാരണ യൂട്യൂബ് സത്യം പറഞ്ഞാൽ ചെയ്തില്ല.
സാധാരണ എല്ലാവരും ചെയ്യാറുണ്ട്, കല്യാണ ദിവസത്തെ പറ്റി അതെ ചെയ്യാറുണ്ട്, അതെ അതെ പിന്നെ പിറ്റേ ദിവസം Dress ചെയ്യാറുണ്ട്. എടുക്കാൻ ആ, പോകുന്നുണ്ട്, അതുണ്ട്. makeup, നമ്മൾ അതും ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ കല്യാണം കഴിക്കാന്നുള്ളത് ആരും അറിയത്തുമില്ലായിരുന്നു. നമ്മുടെ ഈ ഫോട്ടോ കിട്ടിയ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. എൻഗേജ്മെന്റ് ആദ്യം പിക്ക് കണ്ടപ്പോ വിചാരിച്ചത് ലൈക്ക് എൻഗേജ്മെന്റ് ആ ഒരു കോസ്റ്റ്യൂമും എല്ലാം yes, നമ്മൾ ആ ഒരു simple കല്യാണം പോലെ ആ ഒരു അല്ലല്ലോ. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ട്, അതും സിമ്പിൾ, നമുക്ക് ഡ്രസ്സിൽ മാത്രം നമ്മൾ അങ്ങനെ ഓവർ ആക്കേണ്ടത് വിചാരിച്ച് നമുക്ക് വളരെ ചെറിയ രീതിയിൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഇത് ചെയ്തത്. കൊള്ളായിരുന്നു, നല്ല കളർ. താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഓൾറെഡി പഠിക്കാനാണെങ്കിലും ലോങ് പോവാൻ, വീട് വിട്ട് പോവാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ മീൻസ് പാലക്കാടിന് കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് 4 മണിക്ക് ട്രാവൽ. ഞാൻ 6 മണിക്ക് 6:10 വടക്കഞ്ചേരി സ്ഥലം കേട്ടോ, പാലക്കാട് വടക്കഞ്ചേരി. അപ്പോൾ 6:10 അവിടെ ഒരു KSRTC ഉണ്ട്. ഇവിടെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എത്തും. 9:30 ക്ലാസ്. 9:30 ക്ലാസ്, എടപ്പള്ളി ആയിരുന്നു കോളേജ്. അപ്പോൾ 9 മണിയാകുമ്പോൾ എത്തും. 9:30 ക്ലാസ് തുടങ്ങി ഒരു 3:30 കഴിയും. അപ്പം തന്നെ കയറും. അപ്പം തന്നെ കയറി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തും. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് അങ്ങനെ, ഞാൻ ആ ഒരു 3 കൊല്ലം എന്ന് പറയാൻ പറ്റില്ല, 2 കൊല്ലമൊക്കെ ഉള്ളൂ. ബാക്കി പിന്നെ കൊറോണ വന്നിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ആ 2 കൊല്ലവും ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇങ്ങനെ എവിടെയും പോയി അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരെ ഇഷ്ടമില്ല. അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോകേണ്ടത് ആ ഒരു പ്രഷർ ഉണ്ടാവില്ലേ ശരിക്കും? ഇല്ല, എനിക്ക് എന്തോ ഈ പ്രപ്പോസൽ വന്നപ്പോ ഞാൻ പറഞ്ഞാണ് ട്രയാങ്കിളും ആണ്, നല്ല ലോങ് ഡിസ്റ്റൻസ് ആണ്, പക്ഷെ അതൊക്കെ ഓക്കെ ആയിരുന്നു. അല്ല, എന്റെ മൈൻഡ് മാറിയതായിരിക്കും. കുഴപ്പമില്ല, എനിക്ക് കംഫർട്ട്, നമ്മുടെ കംഫർട്ട് സോൺ നടക്കും ആള് ബൾബെത്തി. കംഫർട്ട് സോണിന്റെ ഇതുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. വീട്ടിൽ നിന്ന് മാറുന്നതിന് ഒരു വിഷമമുണ്ട്, പപ്പയും അമ്മേനെ വിട്ടു മാറുന്നതിന് ഒരു വിഷമമുണ്ട്. എന്നാൽ കൂടി എന്നെ ഓക്കെ ആക്കിയിട്ടുണ്ട് ആള്. അപ്പൊ പിന്നെ ഞങ്ങള് പോകുന്നു ഇപ്പൊ എത്രാം തവണ അങ്ങോട്ട് ഒരു മാസത്തിൽ തന്നെ ഞങ്ങള് കൊറേ വട്ടം ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങള്. ഞങ്ങള് പാലക്കാട് നിന്ന് വരുവാണെങ്കിൽ എറണാകുളം ഒരു ദിവസം രാവിലെ വന്നിട്ട് ഇവിടെ ഒന്നെങ്കിൽ നിൽക്കും, അല്ലെങ്കിൽ രാത്രിയില് തിരിച്ച് എന്റെ നാട്ടിലോട്ട് പോകത്തുള്ളൂ. മൊത്തത്തിലൊരു വൈബാണ്. മിനി ട്രിപ്പ് പോലെയാണ്. രസമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരാഴ്ച ഇവിടെ ആണെങ്കിൽ ഒരാഴ്ച അവിടെ, അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിലവിൽ കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദിവസം കൂടും. ഡെയിലി സർപ്രൈസ് ആണ്, പ്രതീക്ഷിച്ചിരിക്കുക ജീവിതത്തില്. പ്ലാൻ ചെയ്തെങ്കിയോ നടക്കുന്നതെങ്കിയോ. ആള് ഭയങ്കര ക്ഷമയുള്ള ആളാണെന്ന് തോന്നുന്നു. ക്ഷമയുണ്ട് കേട്ടോ, നല്ല അത് ശരിയാണ്, നല്ല ക്ഷമയുണ്ട്. നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒന്നും ദേഷ്യം വരുത്തില്ല, പക്ഷെ നന്നായിട്ട് ക്ഷമിക്കും. ദേഷ്യപ്പെടാത്ത ആളുകൾ ദേഷ്യപ്പെട്ട മാക്സിമം കൺട്രോൾ ചെയ്തിരിക്കും. എന്റെ സ്വഭാവമൊക്കെ മാക്സിമം ക്ഷമിച്ചു. ഇവിടെ തിരിച്ച് ക്ഷമ അയലത്ത് പോയിട്ടില്ല. അല്ല, ഒരാൾക്ക് ക്ഷമ ഉണ്ടാവുമ്പോ ഒരാൾക്ക് ക്ഷമ ഉണ്ടാവാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം. എനിക്ക് ക്ഷമയുണ്ട്, അങ്ങനെയൊന്നും ക്ഷമയുണ്ട്. അല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല. ഈ പറയുന്ന തൊട്ട് ക്ഷമയുണ്ട്, ചില സാഹചര്യങ്ങളില്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളില്ല. ഇല്ല, ചെറിയ ചെറിയ പിടിവാശിയും വാശിയൊക്കെ പെൺകുട്ടികളല്ലേ. ഞാൻ പറഞ്ഞ കാര്യം വലുതാന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ഉദാഹരണം എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണം പറ. അതെന്താന്ന് വെച്ചാല്, ഞാൻ പറയുന്ന 1 1 2 പറഞ്ഞാ ഇവിടെ ആക്ച്വലി 3 പറയും. ഞാൻ തിരുത്തി 2 പറഞ്ഞാ ഇവിടെ സമ്മതിക്കൂല. ഞാൻ മറ്റേ 3 ഞാൻ പഠിച്ചേക്കുന്നത് 3 എനിക്കത് 3 മതി. നേരത്തെ മറ്റേ 5 പോയിന്റ് പറയാൻ പറഞ്ഞില്ലേ, അപ്പൊ ഡയലോഗ് അടിച്ച അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വേണമല്ലോ ജീവിതത്തിൽ. അതെനിക്ക് ഞാനത് പറഞ്ഞു. അവള് കുറച്ച് കഴിയുമ്പം പറയും കേട്ടോ, കുറച്ച് കഴിയുമ്പം പറയും. അപ്പം പറയൂല. അപ്പം പറഞ്ഞ എനിക്ക് എന്റെ അഭിമാനം എന്നെ സമ്മതിക്കും. കുറച്ച് കഴിഞ്ഞ് നമ്മള് എന്തായാലും പെൺകുട്ടികൾ അങ്ങനെയല്ലേ, ആൺകുട്ടികളെ വിഷമിക്കുക. അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കുറച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടായിരിക്കും. അവള് എന്നെ ഒന്ന് പറയും, ആ ശരിയാണ്, പക്ഷെ പിന്നെയും പറയും, പിറ്റേ ദിവസം പിന്നെയും പറയും. ഞാൻ പിന്നെ 3 പറഞ്ഞു വരും. അല്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഫുഡ് ഉണ്ടാക്കി കൊടുത്തോ ആൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ? ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയാണ്. എങ്ങനെയുണ്ടായത്? നല്ലായിരുന്നു കേട്ടോ. ആളെന്തെങ്കിലും തിരിച്ച് ഇല്ല, അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു കാര്യം ഉണ്ടാക്കി ഞാനാ, അല്ലെങ്കിൽ ഉച്ചക്ക് കഴിക്കത്തില്ലായിരുന്നു. ടൈം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാലഡ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കഴിച്ചു. സാലഡ് നല്ലതായിട്ടുണ്ട്. എല്ലാം എപ്പോഴും കഴിക്കുന്ന സാലഡിനെക്കാട്ടും എന്തെങ്കിലും ഡിഫറെന്റ് ഫീൽ എന്തെങ്കിലും തോന്നിയായിരുന്നോ? കുഴപ്പമില്ലാത്തായിരുന്നു.
ഇനി ഇത് ആവർത്തിക്കരുത്. സ്പാനിഷ് ആണോ? അല്ലായിരുന്നു. നാടൻ. ഞാൻ സ്പാനിഷ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ചുമ്മാ തള്ളുന്നില്ല. എനിക്കറിയത്തില്ല. ശരിക്കും ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ ഇപ്പൊ യൂട്യൂബ് ഓൾറെഡി പ്ലാൻ ഉണ്ടല്ലോ, ഡെയിലി ബ്ലോഗ്സ് പ്ലാൻ ഉണ്ടല്ലോ. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചില്ല, രണ്ടുപേരും ശക്തരായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. സോ ഇനി നിങ്ങൾ ഒരുമിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്കായി? അല്ല, എന്റെ കോണ്ടന്റിൽ എനിക്ക് എന്തായാലും ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ഇപ്പൊ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, എനിക്ക് ആൺവേഷം കിട്ടാൻ ഒരാളെ കിട്ടിയെന്ന് അങ്ങനെ തമാശയായിട്ട് പറഞ്ഞെങ്കിലും, പക്ഷെ അങ്ങനല്ല, എനിക്ക് എന്തായാലും എന്റെ വീഡിയോസ് എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. പെപ്പർ അല്ല, എനിക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ഞാൻ ഈ പറയുന്ന തൊട്ട് ഒരു മിനിറ്റ് മാറ്റി ഈ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോയിൽ അഭിനയിക്കണമെന്നുണ്ട്. മറ്റേ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു മിനിറ്റ് ഉൾക്കൊള്ളിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതങ്ങനല്ല. അപ്പം ശരിക്കും അത് മാത്രല്ല, എനിക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഈ ഒരു മിനിറ്റ് വീഡിയോയിലാണ് ഞാൻ ഇത്രയും നാളും അഭിനയിച്ചത്. അപ്പൊ ആ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മിനിറ്റിനുള്ളിൽ ഈ കോൺസെപ്റ്റ് ഉൾക്കൊള്ളിക്കണം. ഇത് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അതിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ ആവുമ്പോൾ എനിക്ക് ഇട്ട് കൊട്ടുകൊടുക്കാം, പറയാൻ പറ്റത്തില്ല. അപ്പം ശരിക്കും പറയാൻ പറ്റൂ. ഇനിയിപ്പോ സ്ക്രിപ്റ്റിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ ആള് ഹെൽപ്പ് ചെയ്യും. ഞാൻ തിരുത്തും. ആളുടേത് എന്റേത് ഞാൻ കൂട്ടുന്നൊക്കെ. ഞാൻ പറയണ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പറയാം. പക്ഷെ ആരാധകരുണ്ട് കേട്ടോ ആളുടെ വീഡിയോസിന്. ആരാധകരൊക്കെ ഞാൻ പിടിച്ചിങ്ങി പറ്റും. കണ്ടിന്യൂട്ട് ഒരു വീഡിയോക്ക് ഇത്ര റീച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ആൾ ഇത്ര പേര് വ്യൂ ചെയ്യുന്ന ഒരു ഉറപ്പുണ്ടല്ലോ നമുക്ക്. ഓൾറെഡി ഇപ്പം ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ലിയനെ കാണാൻ, ലിയനെ പെർഫോമൻസ് കാണാനും ഇത്ര വർഷമായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഭയങ്കര ഒരു എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമില്ല. സോ അതിൽ ഭയങ്കര ബ്ലെസ്ഡ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര ദൈവാനുഗ്രഹം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്ക് അവരെ അറിയാം. ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു മണിക്കൂറുള്ളിൽ അവർ കമന്റ് ചെയ്തിരിക്കും. അവരെന്തെങ്കിലും അവർക്ക് തന്നെ ഒരു സന്തോഷമാണ്, അവർ തന്നെ അങ്ങനെ ഒരു കമന്റ് ചെയ്യണമെന്ന് അവർക്ക് തന്നെ സന്തോഷമാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ്. നമുക്ക് വേണ്ടി അവരുടെ സമയം മാറ്റി വെച്ച് നമ്മുടെ നമുക്ക് വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നു പറയുന്നത് ഭയങ്കര നല്ല കാര്യം. നിങ്ങളുടെ എല്ലാ കാര്യവും അവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ മൈന്യൂട്ട് ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരെ അവര് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് പറയും. ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് വീഡിയോ നേരത്തെ പറഞ്ഞോട്ട് അവർക്ക് യാതൊരു ആവശ്യമില്ല നമ്മുടെ വീഡിയോ കാണേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, കമന്റ് ഇടുന്ന. ഇപ്പൊ 2 ദിവസത്തെ ഗ്യാപ്പിലാണ് വീഡിയോ ചെയ്യണമെന്ന് പറയില്ല. അപ്പൊ ചിലപ്പോ ഒരു 3 ദിവസമോ 4 ദിവസം എന്തെങ്കിലും വയ്യായോണ്ടോ എന്തെങ്കിലുമൊക്കെ മാറ്റി വന്നാൽ അവര് മെസ്സേജ് അയക്കും. വാട്സപ്പ് അല്ല മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും, മെയിൽ ചെയ്യും, ചേച്ചി എന്ത് പറ്റി അല്ലെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ ഒന്ന് കമന്റ് ചെയ്യും, ചേച്ചി വീഡിയോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചാനൽ നോക്കിയിരുന്ന് അത് കാണാൻ അവർ സമയം കണ്ടെത്തുന്നു പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യം. അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ അതിന്റെ എത്രയോ ആൾക്കാരുണ്ട്, വേറെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി അങ്ങനെ ഒരു സമയം കണ്ടെത്താന്ന് പറയുന്നത് വലിയ കാര്യമാണ്. തട്ടിയിട്ട് നടക്കാൻ പറ്റും. അതും ഇത്തരത്തിലുള്ള കോണ്ടന്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ആ ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് അവര് മാറ്റി വെക്കുന്ന അത് തന്നെ വലുതാണ്. എനിക്ക് ഓഡിയൻസ് നിങ്ങളുടെ കല്യാണം സംഭവിച്ചപ്പോഴും അവര് ഭയങ്കര സർപ്രൈസ് ആയി. ചിലർ കമന്റ് ഉണ്ടായിരുന്നു, നേരത്തെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ടാവാം. ഞങ്ങളുടെ വീഡിയോസ് ചെറിയ റീൽസ് ആർക്കും അറിയില്ലായിരുന്നു. ഫ്രണ്ട്സിൽ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. 10 പേര് താഴെ അറിയത്തുള്ളൂ. ഞെട്ടിച്ചു, ഞങ്ങൾ ഞെട്ടിച്ചു. ഞാൻ അല്ല, എന്റെ വീഡിയോസിൽ കുറെ പേരുണ്ട് ഞാൻ നേരത്തെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആളെന്ന് വിചാരിച്ചു. ഞാൻ പറയണമെന്ന് സെക്കൻഡ് മാരേജ് ഒക്കെ ആണോ ചേച്ചി സെക്കൻഡ് മാരേജ് ആണോ, നേരത്തെ കല്യാണം കഴിഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു കുറെ പേര്. മൊത്തം വിഗ് വെച്ചിട്ടായോണ്ട് മനസ്സിലായില്ല. അമ്മാമ്മയായിട്ട് ഇല്ല, അല്ലെങ്കിൽ അത്ര പ്രായമൊന്നും ഇല്ല. പക്ഷെ വീഡിയോയിൽ കാണുമ്പോ എനിക്ക് ഭയങ്കര പ്രായം തോന്നിക്കുന്നുണ്ട്. എന്നാലും പ്രായമുണ്ട്, അത്ര പ്രായമൊന്നുമില്ല. നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ തമ്മിലുള്ള ഒരു കണക്ഷൻ, പരസ്പരം കൊടുക്കുന്ന സപ്പോർട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ 5 പോയിന്റ്സും കറക്റ്റ് ആണ് നിങ്ങളുടെ കാര്യത്തില്. സോ ഇനിയും നിങ്ങൾ അടിപൊളിയായിട്ട് ഇതുപോലെ പോവാ. ആൻഡ് നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആൻഡ് വ്ളോഗ്സ് തുടങ്ങണം. ഓക്കെ, അപ്പം ഭയങ്കരമായിട്ട് കംഫർട്ട് ആയിക്കോട്ടെ. ഞങ്ങൾ നല്ല അത്യാവശ്യം നല്ല ടെൻഷൻ ആയിട്ട് വന്നു. പക്ഷെ ഞങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് ആള് നന്നായിട്ട് വന്നു. താങ്ക് യു. സോ ഇനി വീഡിയോസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ആൻഡ് നിങ്ങളുടെ വീഡിയോസിനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. സോ അവരോട് എന്താ പറയാനുള്ളത്? ശരിക്കും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഈ മുന്നോട്ടുള്ള
ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സപ്പോർട്ട്. ഇത്രയും കാലം അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്, ഒത്തിരി പേരുടെ പ്രാർത്ഥന അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്താണെങ്കിലും. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം അല്ലേ? സപ്പോർട്ട് വേണം. ഒരു വർഷം കഴിഞ്ഞാൽ ഒന്നും കൂടെ നിങ്ങൾ വിളിക്കുന്നുണ്ടോ? അപ്പോഴും ഇതേ സന്തോഷം കൊണ്ട് ഉണ്ടാവണം. 5 പോയിന്റ് ഒക്കെ വലിയ രീതിയിൽ പറഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ടു യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.